ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈസ്റ്ററൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഈസ്റ്ററിന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് ഇതുപോലെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈങ് പാൻ വെച്ച് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കനിലെ വെള്ളത്തിൻ്റെ മയമൊക്കെ പോയി ഇച്ചിരി ഡ്രൈ ആയി കിട്ടാനാണ്. നമ്മളിങ്ങനെ ഒന്ന് കാണിച്ച് കഴിയുമ്പോൾ അത് ചിക്കൻ്റെ കളർ ഇവിടെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഒരു വലിയ സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയുടെ കളറെല്ലാം ഇവിടെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇത്രയും നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു കൂട്ട് ഞാൻ ചൂടാറി കഴിഞ്ഞപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ഇങ്ങനെ വലിയ ആ ഒരു കൂട്ട് ഒരു വലിയ ഉരുളയായിട്ട് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റേ കൈ ഉപയോഗിച്ച് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട ഡിപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം അതേ കൈ തന്നെ ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് എല്ലാം നനഞ്ഞു പോവും. അതുകൊണ്ടാണ് മറ്റേ കൈ ഉപയോഗിച്ച് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മളിങ്ങനെ ഓരോ ഷേപ്പിൽ ഇങ്ങനെ കട്ട്ലേറ്റ് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊരു 15-20 മിനിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അന്നേരം നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഒന്നും പൊടിഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, അല്ലാതെ തന്നെ നേരെ തന്നെ ഉണ്ടാക്കുവാണ്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണേ. ഇനി ഈ ഓയിലൊന്ന് നന്നായി ചൂടായി വരണം. അപ്പോൾ നമ്മളിത് വറക്കുമ്പം ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. മീഡിയം ടു ലോ, മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ലോ ഫ്ലെയിമിലേക്ക് ഇടാം. നമ്മൾ ആദ്യം തന്നെ ലോ ഫ്ലെയിമിലിട്ട് കട്ട്ലേറ്റ് വറുത്താൽ കട്ട്ലേറ്റിനുള്ളിൽ നിറച്ച് എണ്ണയായിരിക്കും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണമെന്ന് പറയണേ. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് ഒരുമാതിരി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിമിൽ ഇടാമുള്ളൂ.
ഇതാ അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2-3 ഷേപ്പിലൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ട്, പിന്നെ ഒരു ഓൾ ഷേപ്പ് ഉണ്ട്. പിന്നെ ഇത്രയും മാത്രമേ ഞാൻ വറുത്തെടുത്തുള്ളൂ. ബാക്കി ഞാൻ പിന്നീടൊരു ദിവസം വറക്കാമെന്ന് ഓർത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.